ഞാൻ ഈ ചോക്ലേറ്റ് എടുത്ത്. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ നാട്ടിലെത്തിയതാ. ഇച്ചിരി ചോറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്, ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇപ്പൊ കൃഷ്ണകുമാറിന്റെ മകൾ ഹൻസിക ആ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോ ഭയങ്കര ചർച്ച ചെയ്യുന്നുള്ളതാണ്, വലിയ രീതിയിൽ ചർച്ച എന്നുള്ളത്. വെറും ചർച്ചയില്ല, കൃഷ്ണകുമാർ പണ്ട് പറഞ്ഞ വാക്കുകൾ പോലും ആളുകൾ കുത്തിപ്പൊക്കി എന്നുള്ളതാണ്. എന്റെ മക്കളെ ഞാൻ മാന്യമായി വസ്ത്രം ധരിപ്പിക്കാൻ പഠിച്ച ആളാണെന്നൊക്കെ പറയുന്നു. അതേപോലെ തന്നെ മക്കളുടെ സ്വാതന്ത്ര്യം ഒന്നും എന്റെ കയ്യിലല്ല, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പ്രേമിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത്രയും പൈസ ലാഭമാണെന്ന് പറഞ്ഞ വീഡിയോസ് ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടു. മലയാള മനോരമയിൽ മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂ കൂടി ഞാൻ കുത്തിപ്പോക്കിയിട്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 18 വയസ്സിന് താഴെയുള്ള നിങ്ങളുടെ മക്കളുടെ കയ്യിൽ നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഇൻസ്റ്റഗ്രാം ഐഡിയ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് വീക്ഷിക്കുന്നത് നല്ലതാണെന്നുള്ളതാണ്. കാരണം ഇത്തരം വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിനകത്തേക്ക് ഒരു ലഡു പൊട്ടാൻ സാധ്യതയുണ്ട്. പണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണല്ലോ, ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണല്ലോ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയാൽ മതിയല്ലോ എന്ന രീതിയിലേക്ക് അവർ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അപകടമാണെന്നുള്ളതാണ്. അത് ചെയ്യുന്നത് ആരാണെങ്കിലും അവരുടെ നിലയും വിലയും നഷ്ടപ്പെടുകയും അവരുടെ കുടുംബത്തിനെ പോലും നാണക്കേടിന്റെ വക്കിലേക്ക് തള്ളിയിടാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ്. നമ്മുടെ മക്കളെ ആരാ നോക്കേണ്ടത്? നമ്മൾ നോക്കണം. അല്ലാതെ എന്താ ഞാൻ പറയാ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വീഡിയോ ഒന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഒന്ന് കണ്ടോക്കെ. പല പെൺകുട്ടികളും വീട്ടിൽ പൈസ ചോദിക്കാറില്ല. കാരണം എന്തെന്നറിയോ? അവർ പൈസ മറ്റു തരത്തിലും ഏൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് പറയട്ടെ, അതായത് ഇവര് ഓൺലൈനിൽ കൂടെ അവരുടെ ശരീര പ്രദർശനം നടത്തിയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഈ പെൺകുട്ടികൾ മുഖത്ത് കംപ്ലീറ്റ് ഒരു കറുത്ത മാസ്ക് അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസും മാസ്കും വെക്കും, അല്ലെങ്കിൽ മുഖം മൊത്തവും കണ്ണ് മാത്രം കാണത്തക്ക രീതിയിൽ ഒരു ആവരണം അങ്ങിടും, ബാക്കി ശരീരഭാഗം കംപ്ലീറ്റ് ന്യൂഡാണ്. എന്നിട്ട് ഓൺലൈനിൽ വന്നിട്ട് മാസ്റ്റർബേഷൻ നടത്തുക. 10 മിനിറ്റ്സിന് 500 റുപ്പീസ് ഓൺവേർഡ്സ്. പിന്നെ അവരുടെ ആ ബോഡിയുടെ ഫിഗർ എങ്ങനെ ഇരിക്കുമോ, അവർ എത്ര നല്ല രീതിയിലാണോ അത് പ്രസന്റ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ അനുസരിച്ചാണ് അവരുടെ റേറ്റ് കൂടുന്നത്. അപ്പം ഇതിന്റെ കുറച്ചൊരു കാലം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല. പൈസ കൊണ്ട് നമുക്ക് എല്ലാം നേടാൻ കഴിയില്ലല്ലോ. ഒരു 25 വയസ്സ് അല്ലെ 30 വയസ്സാകുമ്പോഴത്തേക്ക് ഷുവർലി ഇവരെല്ലാം സൂയിസൈഡിലേക്ക് പോകും. ലൈംഗികത എന്നത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം, അതിന്റെ പിന്നിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു തലമുറയെ തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലോട്ടാണ് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു പോക്ക്. അതെ, തീർച്ചയായിട്ടും നാശത്തിലേക്കാണ് നിന്റെ പോക്ക് നമ്മൾ പറയാറില്ലേ, അതേപോലെ തന്നെ ഇൻ ഹരിഹർ എന്ന സിനിമയിലുള്ള ഒരു സീനാണത്. നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്നുള്ളത്. സോഷ്യൽ മീഡിയ അനാവശ്യമായിട്ട് ദുർവിനിയോഗം ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്നുള്ളതാണ്. പണമുണ്ടാക്കാൻ എളുപ്പം ഇതാണ്, അതുകൊണ്ട് അഴിച്ച് അത് കാണിക്കുന്ന രീതിയിലേക്ക് മാറുന്ന പല ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. ചില മാതാപിതാക്കൾക്ക് മക്കളെ നേർവഴിയിലേക്ക് നയിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം അവർക്ക് വേണം, ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. പക്ഷേ മാതാപിതാക്കളുടെ കടമയെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടുള്ള സ്വാതന്ത്ര്യമാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചില ആളുകൾ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. കൃഷ്ണകുമാറിന്റെ പഴയ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു പീസ് ഒന്ന് കാണിച്ചു തരാം. മലയാള മനോരമ എടുത്ത ഇന്റർവ്യൂ ആണ് കേട്ടോ, കാണാം. പലപ്പോഴും ഈ പറയും ഈ ഇന്ന വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരേട്ടനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ ഇത്രയും ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണോ? അല്ല, ഈ വസ്ത്രധാരണം ഒന്ന് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളം എന്നല്ല, ലോകത്തെവിടെയാണെങ്കിൽ. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എൻ്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കും, എടുത്ത് എവിടെ വേണോ നിങ്ങൾക്ക് പോകാം, പോകുന്നതിന് കുഴപ്പമില്ല. 2017 ഇന്റർവ്യൂ ആണ് കേട്ടോ. ആ ഒരു ബ്ലറാക്കിയ ഭാഗത്ത് ഹൻസിക ഇരിക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയാണല്ലോ ഇരിക്കുന്നതെന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് ഞാൻ ബ്ലറാക്കിയിട്ടുള്ളത്. ബ്ലറാക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ബ്ലറാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ പ്രായപൂർത്തിയായി, ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കൊക്കെ മുകളിൽ ചവിട്ടി നിൽക്കുകയാണെന്നുള്ളതാണ്. ആള് ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അവസാനം എന്തായി അറിയോ? ഒന്ന് ശകാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരൊക്കെ മാറി എന്നുള്ളതാണ്. ഇപ്പോ മുൻപ് ഒരു വീഡിയോ ഇതേപോലെ ഞാൻ കുത്തിപ്പൊക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ മൂത്ത മകളായിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഒരു ബിക്കിനി വീഡിയോ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി. ഇവരുടെ ഫാമിലി വ്ളോഗ് കാണുന്ന ഇഷ്ടം പോലെ ആളുകളാണ് അത് കമന്റ് ഇട്ടത്. അങ്ങനെയാണ് ഞാനും ഇത് കാണുന്നത്. ആ ഒരു ഫോട്ടോക്ക് വന്ന കമന്റുകളും ഭയങ്കര കോമഡി ആയിരുന്നു എന്നുള്ളതാണ്.
അന്നും കൃഷ്ണകുമാർ ന്യായീകരിച്ചുകൊണ്ട് ചെയ്ത വീഡിയോസ് കുത്തിപ്പൊക്കേണ്ടി വന്നു. ഇന്നും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ആള് താഴ്ന്നിരിക്കുകയാണ്. ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയായി പോയി. അപ്പൊ അദ്ദേഹത്തിനുള്ള പണി അദ്ദേഹം തന്നെ ഇവിടെ ഇന്റർവ്യൂകളായിട്ട് കൊടുത്തിട്ടുണ്ട്. 4 മാസം മുമ്പ് വന്നൊരു ഇന്റർവ്യൂവിന്റെ കഷ്ണമാണ് ഇപ്പൊ എല്ലാവരും ഈ വീഡിയോന്റെ ഒപ്പം ചേർത്ത് വെക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് അവസ്ഥ എന്നൊന്ന് കാണിച്ചു തരാം. ഹൻസികയുടെ ഒരു വീഡിയോന്റെ പ്രസ്തുത ഭാഗമാണ്. Hi. I'm sweating, guys. I'm sweating. ഓക്കെ, കൃഷ്ണകുമാർ സാർ, നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ. പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ വീഡിയോ ആളുകളെടുത്ത് റിയാക്ട് ചെയ്യുന്നത്? ഇദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂകളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാരണമാണെന്നാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പലപ്പോഴായി പറഞ്ഞ പല വാക്കുകൾ അദ്ദേഹത്തിന് തന്നെ നല്ല 8ന്റെ പണി അങ്ങ് വാങ്ങിക്കൊടുത്തു എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണസുനയുടെ വീഡിയോസ് ഉണ്ടല്ലോ, അതായത് സബ്സ്ക്രിപ്ഷൻ വീഡിയോസ്, ഇത് തന്നെ ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഞാനിപ്പോ വന്നുള്ളടാ കാണിക്കല്, എനിക്ക് ഭയങ്കര ടെൻഷൻ വന്ന ചോക്ലേറ്റ് തിന്നിടാ, എന്റെ ഷൂ കണ്ടടോ എന്നൊക്കെ പറഞ്ഞിട്ട് വൾഗറായ സാധനങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഫണ്ട് ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് കരുതിക്കൊണ്ട് ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് വീഴുന്നു. പിന്നെ ആ ഒരു മേഡം പറഞ്ഞത് കേട്ടില്ലേ, മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ത്രീനെ കുറിച്ചിട്ട്. ഇവിടെ അപർണ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. ഞാൻ വീഡിയോന്റെ ഫസ്റ്റിൽ അത് കാണിച്ചുള്ളൂ, പിന്നീട് കാണിക്കാൻ കഴിയാത്ത വൃത്തികേടുകൾ ഉള്ളത് കൊണ്ടാണ് കാണിക്കാത്തത്. അവർ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ശരീര പ്രദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. സാമ്പത്തിക നേട്ടം അത്യാവശ്യം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഏകദേശം 2000-ൽ പരം ആളുകളായി 399 റുപ്യക്ക് അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നമ്മുടെ ഹൻസികയുടെ അത്യാവശ്യം നല്ല ഫണ്ടായി 8 ലക്ഷത്തിന് മുകളിൽ സാമ്പത്തിക വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. പിന്നെ അവരൊക്കെ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നുള്ളൊരു അഭിമാനം ആയിരിക്കും എന്തായാലും കൃഷ്ണകുമാർ ജിക്ക്. മിണ്ടാൻ കഴിയാത്ത രീതിയിലേക്കായില്ലേ. നമ്മുടെ മക്കൾ ഈ രീതിയിൽ പോവാതിരിക്കാനാട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് മാത്രമായിട്ട് അത്തരം വീഡിയോസ്. ചില ആളുകൾ പറയും ഈ കണ്ടന്റ് ഒന്നും ക്വാളിറ്റി ഇല്ല എന്നുള്ളത്. ഈ കണ്ടന്റ് ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ മക്കൾ ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ തോന്നണമെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇത് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങളത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായി പോകും. കാരണം നാളെ നിങ്ങൾ ഇതൊന്നും അറിയാതെ പോകും. മക്കൾ ചിലപ്പോൾ ഈ രീതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ എന്താ പറയാ, നാണക്കേടിന്റെ അങ്ങേയറ്റം. പണമുണ്ടാക്കാം, പക്ഷെ നാണക്കേട് വിറ്റ് പണമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നടി പ്രിയങ്ക ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് കേൾക്കാം. ഇപ്പൊ സബ്സ്ക്രിപ്ഷന്റെ കാലമാണ്, തുണി അഴിച്ചുകൊണ്ട് പൈസ ആക്കുന്ന കാലഘട്ടമാണ്. എന്താ പറയാനുള്ളത്? ഇതുപോലെയുള്ള ആൾക്കാരെല്ലാം വലിച്ചു വീഴുക, ഇതല്ല വേണ്ടത്. ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയല്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സെക്സ് കാണിക്കാനും അതിന് മറ്റുള്ള ഇത് ഒരാളല്ല കാണുന്നത്. ഒരുപാട് ജനങ്ങൾ ഇത് കാണാനായിട്ട് അതിമാത്രമായിട്ട് വേറെ എന്തെങ്കിലും സംഭവമില്ല. നമ്മളുള്ള കുട്ടികളാണെങ്കിൽ ആരെങ്കിലും കാണാൻ എന്തെങ്കിലും കാരണം കൊണ്ട് ഇതാവാം. ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ, ഇത് ആവശ്യമില്ല. ചെയ്യരുത് എന്നേ ഞാൻ പറയുള്ളൂ. ഏതൊരു അമ്മയ്ക്കും മാതാപിതാക്കൾക്കും അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കൃഷ്ണകുമാർ 4 മക്കളുടെ അച്ഛനാണ്, 4 പെൺകുട്ടികളാണ്. അയാൾക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായ മിണ്ടാൻ കഴിയാത്ത രീതിയിൽ മാറി. കാരണം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂകളിൽ വ്യക്തമായിട്ട് പല കാര്യങ്ങളും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ നമ്മളെ മക്കൾക്ക് കൊടുക്കണം, പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നുള്ളതാണ്. 18 വയസ്സ് വരെയെങ്കിലും നല്ല രീതിയിൽ നമ്മൾ അവരെ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ ഭാവിയിൽ എന്താകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, പല രീതിയിലും. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മകളുടെ പ്രണയമൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഒരു ദിവസം ആൾക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നുള്ളത്. മറ്റുള്ള മക്കളും അങ്ങനെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക അത്യാവശ്യം നല്ല ലാഭമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിലേക്കൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പോകുന്നത് ശരിയാണോ? അത്രേ ചോദിക്കുന്നുള്ളൂ. ഇത് മാത്രമല്ലല്ലോ, സ്ത്രീകൾക്ക് വേറെ എന്തൊക്കെ കാശുണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ? ഇത് വന്നിട്ട് ഈ പൊതുജനങ്ങളുടെ മുമ്പിൽ ഇതുപോലെ അഴിഞ്ഞാടിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് അതിൽ നിന്നാവുമ്പോ ഈസിയാ, വേറെ പണിയൊന്നുമില്ല. പക്ഷെ അവര് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അവരവരുടെ ലൈനിലേ പോകൂ. അപ്പൊ അവരവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അവരുടെ ഒരു ഇതാണ്. പക്ഷെ അതൊക്കെ നിർത്താനുള്ള നിയമം വരണം. അങ്ങനെ പൈസ ഉണ്ടാക്കണ്ടെന്നേ. നിർത്താനുള്ളൊരു നിയമം ഇവിടെ പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞു. കൃഷ്ണകുമാറൊക്കെ BJPയുടെ ആളൊക്കെ അല്ലേ. പ്രസിഡന്റ് എന്തിനാ ഒപ്പുവെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ശരീര പ്രദർശനമൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുടെ മക്കളെ വഴിതെറ്റിക്കുന്ന രീതിയിലാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കാണുന്ന കുട്ടികൾക്ക് തെറ്റായ ഒരു ദിശ നൽകാൻ വേണ്ടി മാത്രമേ ഇത്തരം വീഡിയോസ് ഉപകാരപ്പെടുള്ളൂ. അതുവഴി ഒരുപാട് കുടുംബങ്ങൾ നാശമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷെ പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സർക്കാർ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുള്ളതാണ്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ മൂടി വെച്ചിട്ടുണ്ടല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് UDF അധികാരത്തിൽ വന്നാലൊക്കെ തുറന്നു കാണിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റമുള്ളത് നല്ലതാണെന്നുള്ളതാണ്. ഇനി അമ്മാവനും മരുവോളും ഇതും കൂടി നിങ്ങളൊന്ന് കാണണം. 10 സെക്കൻഡ് കൊണ്ട് വൈറലാവണ സംഭവില്ലേ? കുറ്റം പറയും വരെങ്കിലും. ഓക്കെ തൃശ്ശൂർ സ്ലാങ് ആണ് സംസാരിക്കുന്നത്. തൃശ്ശൂർ എവിടെ തോന്നുന്നു വീടൊക്കെ എന്തായാലും കൊള്ളാം. അവരുടെ അക്കൗണ്ട് ഒക്കെ പൂട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഇത്തരം രീതിയിൽ നടക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകളൊക്കെ ഫേസ്ബുക്കിൽ നിന്നും പൂട്ടിക്കാൻ കുറെ ടീം ഇറങ്ങിയതുപോലെ എനിക്ക് തോന്നുന്നു. കുറെ ആളുകളെ ഇത്തരം ചാനലുകൾ പൂട്ടിക്കെട്ടിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണെന്നുള്ളതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കാൻ കഴിയില്ല. ചില ആളുകൾ പറയുന്നുണ്ട് അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നുള്ളതൊക്കെ. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോട്ടെ. പക്ഷെ ഒരു കാര്യമുള്ളൂ, ഇതൊക്കെ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മക്കൾ ഈ രീതിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. നമ്മുടെ മക്കൾ ഇത്തരം രീതിയിൽ പോവാതിരിക്കാൻ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, ഒരു റിമൈൻഡർ വെക്കുക മാത്രമാണ് ഞാനൊക്കെ ചെയ്തത്. അതാദ്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇത് കണ്ടാൽ ഒഴിവാക്കി വിടാം. പക്ഷെ നമ്മളത് ഒഴിവാക്കി വിടുമ്പോഴും ന്യൂ ജനറേഷനിൽപ്പെട്ട കുറെ കുട്ടികൾ ഇത് അനുകരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതാണ്. അപ്പൊ മാതാപിതാക്കളെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. അത് മാത്രമാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. ചിലപ്പോൾ ചില കുട്ടികൾ കണ്ടിട്ട് അവർക്കും തോന്നിയേക്കാം ആ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ അമ്മാവൻ പറയുന്നത് ശരിയാണ് എന്നൊക്കെ. അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ. നിങ്ങളെ കണ്ണൊന്ന് തുറപ്പിക്കുക എന്ന് മാത്രമേ എന്റെ ലക്ഷ്യമുള്ളൂ. ഇനി പരമാവധി ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ ശ്രമിക്കുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.